ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്സ്. സോ നമ്മൾ യെസ്റ്റർഡേ നടന്ന ജെയ് മെയിൻസിൻ്റെ മോർണിംഗ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, ഏതൊക്കെ ചാപ്റ്റർ ടച്ച് ചെയ്തു, എത്ര ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, റൈറ്റ്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോകുന്നു. നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കയറാം. ഓക്കെ, പിന്നെ അവസാനം നമുക്ക് പറയാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവസാനം പറയാം. ദെൻ ഈ ക്വസ്റ്റ്യൻ വന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ വിൽ ബി ഫോംഡ് ബൈ ദി ഡികമ്പോസിഷൻ ഓഫ് KMnO4. ഓർമ്മ ഉണ്ടോ മക്കളെ, നമ്മൾ ഡി ആൻഡ് എഫ് പോയിന്റ് പറഞ്ഞത് KMnO4 പർപ്പിൾ കളറുള്ള കോമ്പൗണ്ടാണ്. KMnO4 പർപ്പിൾ കളറാണ് KMnO4. ഈ KMnO4നെ 513 കെൽവിനിൽ ഹീറ്റ് ചെയ്താൽ ദേ ചേഞ്ചസ് ടു ഗ്രീൻ കളർ K2MnO4 പ്ലസ് എന്തും കൂടെ കിട്ടും, MnO2. ഓക്കെ, സോ ഡയറക്ട്ലി വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? സോ ഹിയർ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. K2MnO4 പ്ലസ് MnO2. ഡയറക്റ്റ് ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ്. സെക്കൻഡ്, സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണിത്. ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് സൈക്ലോഹെക്സീൻ ആണ്. ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് HNu, ഇൻ പ്രസൻസ് ഓഫ് CCl4. ദെൻ കാർബൺ ടെട്രാക്ലോറൈഡിന്റെ പ്രസൻസിൽ ബ്രോമിനെയോ ക്ലോറിനെയോ ആഡ് ചെയ്യാം. സൺലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ പ്രസൻസിൽ ക്ലോറിനെയോ ബ്രോമിനെയോ ആഡ് ചെയ്യാം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദെൻ സൺലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഹീറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയേഷന്റെ പ്രസൻസിലാണെങ്കിൽ ഇത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ദിസ് ഇസ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ CCl4ന്റെ പ്രസൻസിലാണെങ്കിൽ ദാറ്റ് ഇസ് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ, അഡീഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആണ്. സോ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അലൈൽ റാഡിക്കൽ അല്ലേ മോർ സ്റ്റേബിൾ? അലൈൽ റാഡിക്കൽ ആണ് മോർ സ്റ്റേബിൾ എങ്കിൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ അലൈൽ പൊസിഷനിൽ ക്ലോറിൻ കയറുന്നു. സോ ഹിയർ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് സൈഡിലും ക്ലോറിൻ കയറുന്നു. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഏത് ഓപ്ഷനാ കറക്റ്റ്? സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. റൈറ്റ്. Then question 3. The major product formed in the following reactions. നല്ല ക്വസ്റ്റ്യൻ ആണ്. ദെൻ കൺഫ്യൂഷൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. സോ ഇതൊരു ഈതർ ആണ് അല്ലേ, ആൽക്കൈൽ അറൈൽ ഈതർ ആണ്. ഓക്കെ, ഈ പൊസിഷൻ അറൈൽ പൊസിഷൻ ആണ്. സോ ഈ പൊസിഷൻ ആൽക്കൈൽ പൊസിഷൻ ആണ്. ഇത് അറൈൽ പൊസിഷനും ഇത് ആൽക്കൈൽ പൊസിഷനും. റൈറ്റ്, ആൽക്കൈൽ പാർട്ടും. ദെൻ പ്ലസ് ഇവിടെ താഴെ എന്തുണ്ട്, ഒരു അൺസാച്ചുറേറ്റഡ് സ്പീഷീസും ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ആഡ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് HBr എക്സസ് ആയിട്ട് ആഡ് ചെയ്തു. ഈ കോൺസെൻട്രേറ്റഡ് HBrനെ എക്സസ് ആയിട്ട് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? നോർമലി ഒരു ഈതർ ആണെങ്കിൽ ആ ഈതറിൽ എന്താ സംഭവിക്കുക? RO ബോണ്ട് ക്ലീവേജ്, CO ബോണ്ട് ക്ലീവേജ്. ദെൻ ഒരു സൈഡിൽ അറൈൽ സ്പീഷീസും ഒരു സൈഡിൽ ആൽക്കൈലുമാണെങ്കിൽ എവിടെ ബ്രേക്ക് ചെയ്യുക? ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട്, സോ റെസണൻസ് ഉള്ളത് കൊണ്ട് ഹിയർ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഈ സൈഡിലെ ക്ലീവ് ചെയ്യാം. സോ സെയിം ആസ് ഹിയർ ഇവിടെ ക്ലീവ് ചെയ്തു. എന്നിട്ടോ ഈ പോർഷൻ എന്തായിട്ട് മാറും? H+, ഈ സൈഡിൽ Br. അപ്പൊ CH3CH2Br ഒരാള്, CH3CH2Br ആകും ഒരാള്. റൈറ്റ്. അപ്പൊ ഈ പോർഷൻ Brന്റെ കൂടെ പോയി, ഈ പോർഷൻ Br ഇവിടെ ഫിനോള് OH വന്നു. ദെൻ നെക്സ്റ്റ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്താൽ ഏത് റൂളാ? മാർക്കോണിക്കോവ്സ് റൂൾ. ഡബിൾ ബോണ്ട് പൊട്ടുന്നു, ഈ സൈഡിൽ Brഉം. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഇവിടെ ഫിനോളായി, സോ ഈ ഓപ്ഷൻ പറ്റില്ല, ഈ ഓപ്ഷനും പറ്റില്ല. ദ OH. റൈറ്റ്.
ദെൻ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്താൽ ബ്രോമിൻ എങ്ങോട്ടാ കയറുക? ദെൻ മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ ദാറ്റ് ഈസ് ബെൻസൈൽ കാർബോകാറ്റയോൺ ആണ്. സോ ഹിയർ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. Option 3 is correct. Right. The next one. Which of the following coordination compound has bridging carbonyl ligand? നമ്മൾ ആ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മളെല്ലാം തന്നെ ഡ്രോയിങ് വെച്ചിട്ട് ഡയഗ്രാം വെച്ച് നമ്മൾ ബ്രിഡ്ജ്ഡ് CO ബോണ്ട് ഉള്ള കോർഡിനേഷൻ കോമ്പൗണ്ടിന് സ്പെഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറയേണ്ട ആവശ്യമില്ല. ഏതാണ് ആൻസർ വരിക? CO2 COH. അതിൽ മാത്രമേ ബ്രിഡ്ജ്ഡ് ബോണ്ടേ ഉള്ളൂ, റിമൈനിങ് ഒന്നും ബ്രിഡ്ജ്ഡ് ബോണ്ട് വരുന്നില്ല. സോ ഹിയർ കാർബൺ മോണോക്സൈഡ്, പിന്നെ 3 കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ ഹിയർ, ദെൻ 3 കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ. നമ്മൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ MN2 എങ്ങനെയായിരുന്നുടാ? MN2 ബ്രിഡ്ജിങ് ഇല്ല, MN ബോണ്ട് വെച്ചിട്ട് ദെൻ റിമൈൻസ് നമ്മൾ ഇങ്ങനെ വരച്ചു. 2 ഒക്ടാഹെഡ്രൽ കമ്പൈൻ ചെയ്തിട്ടാണ് MN വരച്ചത്. സോ ഹിയർ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ. The next, energy difference between actual structure of the compound and most stable resonating structure having least energy is called. ഒരു റെസനേറ്റിംഗ് സ്ട്രക്ചറിൽ ആക്ച്വൽ സ്ട്രക്ചറും അതുപോലെ തന്നെ മോസ്റ്റ് സ്റ്റേബിൾ റെസനേറ്റിംഗ് സ്ട്രക്ചറും, അത് ലീസ്റ്റ് എനർജി ഉള്ള സ്ട്രക്ചറും മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചറും അല്ല, ലീസ്റ്റ് എനർജി ഉള്ള സ്ട്രക്ചറിനെയാണ് മോസ്റ്റ് സ്റ്റേബിൾ റെസനൻസ് സ്ട്രക്ചർ എന്ന് പറയാ. അയാളും ആക്ച്വലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഈസ് കോൾഡ് റെസനൻസ് എനർജി. ഓക്കെ, കെമിക്കൽ ബോണ്ടിങ് നോക്കുക. സോ കറക്റ്റ്ലി കെമിക്കൽ ബോണ്ടിങ്ങിൽ ഡിഫൈൻ ചെയ്ത് പോകുന്ന സാധനമാണ് റെസനൻസ് എനർജി. ഈസ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ സ്ട്രക്ചർ ആൻഡ് ലീസ്റ്റ് എനർജി സ്ട്രക്ചർ ഓർ മോസ്റ്റ് സ്റ്റേബിൾ റെസനൻസ് സ്ട്രക്ചർ. സോ ഓപ്ഷൻ 2. The next one, what is the effect that occur between ലോൺ പെയർ ആൻഡ് പൈ ബോണ്ട്? ഇതിനൊരു ആറ്റത്തിൽ ഇപ്പോൾ കാർബണോ എയും ബിയും എക്സും, ഇവിടുത്തെ ലോൺ പെയർ, ഇവിടുത്തെ പൈ ബോണ്ട്. ഈ ലോൺ പെയറും പൈ ബോണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്താ? ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ബോണ്ട് ഇങ്ങോട്ട് പോകുന്നു. ദിസ് ഇസ് കാൾഡ് കോൺജുഗേഷൻ, ദാറ്റ് ഇസ് എ റെസനൻസ് എഫക്ട്. സോ ദിസ് ഇസ് കോൾഡ് റെസനൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, which of the following statement is incorrect? Incorrect statement ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, then number 1, delta G0 for reversible process. റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഡെൽറ്റ ജി 0 ആണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഡെൽറ്റ ജി ഈസ് ലെസ് ദാൻ 0 or negative for spontaneous process. Less than delta G greater than 0 for spontaneous process, greater than 0 for non-spontaneous process. വായിക്കേണ്ട ആവശ്യമില്ല, ഏത് മക്കൾക്കും അറിയുന്ന ഒരു കേസാണ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. സോ ഓപ്ഷൻ 3 ഇൻകറക്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ആൽക്കലൈൻ KMnO4 oxidizes iodine to a particular product A. Determine the oxidation state of that one. So നമ്മൾ സ്പെഷ്യലി പറയുന്ന ഒരു കേസാണ് KMnO4. I2ഉം then I- തമ്മിലുള്ള റിയാക്ഷൻ. KMnO4ഉം I- തമ്മിൽ ആസിഡ് മീഡിയത്തിലാണെങ്കിൽ I- ചേഞ്ചസ് ടു I2. then ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ I- ചേഞ്ചസ് ടു IO3-. അതിന് റീസൺസ് നമ്മൾ പറയാറുണ്ട്. ആൽക്കലൈൻ മീഡിയത്തിൽ നോൺ മെറ്റൽസ് ഒന്നും സ്റ്റേബിൾ അല്ല, നോൺ മെറ്റൽസ് ഓക്സാനയോൺസ് ആയിട്ടാണ് സ്റ്റേബിൾസ്. സോ ഹിയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയഡിൻ ഈസ് +5. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്, +5. റൈറ്റ്. ദ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ പ്രോഡക്റ്റ് P ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷനിലെ പ്രോഡക്റ്റ് പിടിക്കണം. സിമ്പിൾ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, ഒന്നാമത്തെ ആള് അസിഡിക് ഹൈഡ്രേഷൻ ആണ്. അപ്പൊ എന്താ ചെയ്യുക? ഇതിലേക്ക് അസിഡിക് ഹൈഡ്രേഷൻ നടത്തി കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ്സ് റൂൾ വാട്ടറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ OH കയറും, ഇവിടെ H കയറി. ഓക്കെ, ഫോളോഡ് ബൈ
റിഡക്ഷൻ ആണ്. സോ CrO3 bar H plus റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടത്തി ഇത് സെക്കൻഡറി ആൽക്കഹോളാണ്. ഈ സെക്കൻഡറി ആൽക്കഹോളിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? കീറ്റോൺ. സെക്കൻഡറി ആൽക്കഹോൾ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ കീറ്റോൺ. സോ ഈ പോർഷൻ കീറ്റോൺ ആയി. കീറ്റോൺ. സോ നെക്സ്റ്റ് ഹൈഡ്രസീൻ ബാർ കോൺസെൻട്രേറ്റഡ് KOH ഏതാണ് റിയേജന്റ്? ഏത് റിഡക്ഷനാ? റിഡക്ഷൻ ആണെന്ന് മനസ്സിലായി. ഏത് റിഡക്ഷനാ? ദാറ്റ് ഇസ് വോഫ്കിഷ്ന റിഡക്ഷൻ. വോഫ്കിഷ്ന റിഡക്ഷൻ ആണ്. വോഫ്കിഷ്ന റിഡക്ഷൻ എന്താ അവിടെ? വോഫ്കിഷ്ന റിഡക്ഷനിൽ ഈ കാർബണൽ ഗ്രൂപ്പ് ഈസ് ചേഞ്ചസ് ടു CH2. സോ ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ഓപ്ഷൻ 3. സോ ഫസ്റ്റ് hydration, acid catalyzed hydration of alkene. Second, reduction of alcohol into ketone. Third, Wolff-Kishner reductions. Okay, the next one, a container contains 1 gram H2 and 1 gram O2 gas. What is the ratio of partial pressure of H2? So number of moles of H2 is equal to 1 by 2. Number of moles of O2 is equal to 1 by 32. Okay. What is the partial pressure of O2? Partial pressure of O2 എങ്ങനെയാണ്? Partial pressure of O2 is equal to, what is the partial pressure of O2 എന്ന ക്വസ്റ്റ്യൻസിൽ ഉള്ളത്. പാർഷ്യൽ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. P total into mole fraction of O2. P total into mole fraction of O2. മോൾ ഫ്രാക്ഷൻ ഓഫ് O2 എങ്ങനെയാണ് കാണുക? ദെൻ അല്ലെങ്കിൽ നമുക്ക് പറയാം മോൾ റേഷ്യോ തന്നെ ആയിരിക്കും. സോ PV is equal to nRT അല്ലേ? PV is equal to nRT ഹിയർ. വോള്യം ഡാൾട്ടൺസ് ലോ ആണ് ഈ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഡാൾട്ടൺസ് ലോ പ്രകാരം വോള്യം കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. മോൾ റേഷ്യോ തന്നെ ആയിരിക്കും ആക്ച്വലി. മോൾ റേഷ്യോ തന്നെ ആയിരിക്കും പ്രഷർ റേഷ്യോ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് hydrogen is to number of moles of oxygen is equal to partial pressure of hydrogen is to partial pressure of oxygen. മോൾ റേഷ്യോ തന്നെ ആയിരിക്കും പ്രഷർ റേഷ്യോ. കാരണം എന്താ? റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ കാണുന്നത് ഡാൾട്ടൺസ് ലോ ഉപയോഗിച്ചിട്ടാണ്. ഡാൾട്ടൺസ് ലോയുടെ കണ്ടീഷനിൽ വോള്യം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. വോള്യം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. റൈറ്റ്. അപ്പൊ എന്ത് വന്നോടാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് PH2 by PO2. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 കാണാം. ദാറ്റ് ഈസ് 1 by 2 ഡിവൈഡഡ് ബൈ 1 by 32. ദാറ്റ് ഈസ് 16 by 1. ഓപ്ഷൻ 1 16:1. സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. റൈറ്റ്. ദ നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. ഫ്ലൂറോസ്പാർ, ഇത് നമ്മളെ മെറ്റലർജി എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റലർജി ഓർസുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലൂറോസ്പാർ. ഏതാ? CaF2 ആണ് ഫ്ലൂറോസ്പാർ. ക്രയോലൈറ്റ് Na3Al(F6) ആണ്. ബോക്സൈറ്റ് Al2O3.2H2O ആണ്. ഡോളോമൈറ്റ് MgCO3 bar CaCO3. So that is option 2. Right. Next, which of the following elements are confirmed by appearance of blood red color with ferric chloride in Lysanias test? Lysanias ടെസ്റ്റിൽ ബ്ലഡ് റെഡ് കളർ ഉണ്ടാക്കുന്നത് ആരാടാ? ഓർമ്മയുണ്ടോ? ഇതിന് ഏത് കോംപ്ലക്സ് ആയിരുന്നു? FeSCN തയോസൈനേറ്റ് അല്ലേ? ഈ കോംപ്ലക്സ് അല്ലേ? ലസേനിയസ് എക്സ്ട്രാക്ഷനിൽ ബ്ലഡ് റെഡ് കളർ ഉണ്ടാക്കുന്ന കോംപ്ലക്സ് അല്ലേ? അപ്പൊ അത് ഏത് എലമെന്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സോ ഇതിൽ ആരൊക്കെ ഉണ്ട് നോക്കിയേ. ഓൾറെഡി കാർബൺ എല്ലാം അടുത്തുണ്ട്. സൾഫറും നൈട്രജനും ഉണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫറും നൈട്രജനും ഉണ്ടെങ്കിൽ ദേ പ്രൊഡ്യൂസ് എ ബ്ലഡ് റെഡ് കളർ ഡ്യൂറിങ് ലസേനിയസ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1. Electronegativity of group 14 elements decreases from silicon to lead. ഞാൻ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ കുറെ ഓർഡറുകൾ ഉണ്ടായിരുന്നു.
എല്ലാ ഗ്രൂപ്പിന്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലൈക്ക്. സോ തെറ്റല്ലേ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് എക്സെപ്ഷൻ ഉള്ള ഗ്രൂപ്പ് ഓർമ്മല്ലേ? ഗ്രൂപ്പ് 13 എക്സെപ്ഷൻ ആണ്, ഗ്രൂപ്പ് 14 എക്സെപ്ഷൻ ആണ്. 15ൽ ഈക്വൽ വരുന്ന ഈക്വൽ വരുന്ന കേസും ഉണ്ട് എക്സ്ട്രീം ലാസ്റ്റിലേക്ക്. സോ ഇത് കറക്റ്റ് അല്ല, റോങ് ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഗ്രൂപ്പ് 14 ഡിക്രീസസ് ഫ്രം സിലിക്കൺ ടു ലെഡ് അല്ല, പ്രശ്നമുണ്ട് അതിൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ല. സോ എന്തായാലും ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല. ഗ്രൂപ്പ് 14 ഹാസ് മെറ്റൽ. ഗ്രൂപ്പ് 14 മെറ്റൽ ഉണ്ടോ? ഉണ്ട്. ടിന്നും ലെഡും ഗ്രൂപ്പ് 14 മെറ്റലാണ്. മെറ്റലോയിഡ് അതാരാണ്? ജെർമേനിയം. നോൺ മെറ്റൽ കാർബൺ, സിലിക്കൺ. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സോറി, 1 ഇൻകറക്റ്റ് ആണ്, ബട്ട് 2 ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 4 ഈസ് കറക്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്, റിമൈനിങ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ്, ഹൈഡ്രോലൈസിസ് ഓഫ് പ്രോട്ടീൻ. ഞാൻ ബയോമോളിക്യൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഹൈഡ്രോലൈസിസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് അവരെ മോണോമേഴ്സ് ആണ്. അപ്പൊ പ്രോട്ടീനെ ഹൈഡ്രോലൈസിസ് ചെയ്താൽ എന്താ കിട്ടുന്നത്? പ്രോട്ടീനെ ഹൈഡ്രോലൈസിസ് ചെയ്താൽ ടു ഗെറ്റ് മോണോമർ ഓഫ് പ്രോട്ടീൻ. ടു ഗെറ്റ് മോണോമർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീന്റെ മോണോമർ ആരാടാ? പ്രോട്ടീന്റെ മോണോമർ ആൽഫ അമിനോ ആസിഡ്. Monomer of protein is alpha amino acid ആണ്. So option 1 is correct answer. Then next, statement 1, ionization energy decreases in a period. പൊട്ടത്തരല്ലടാ. അയനൈസേഷൻ എനർജി ഇൻക്രീസസ് ഇൻ എ പീരിയഡ് അല്ലേ? ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം ന്യൂക്ലിയർ ചാർജ് കൂടും, അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ആണ്. സോ 1ഉം 3ഉം ഓപ്ഷൻ വരില്ല എന്ന് മനസ്സിലായി. In a period, Z dominate over shielding effect. That's correct. പീരിയഡിൽ പോകുമ്പം Z ഡൊമിനേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താൽ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താൽ അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ്, ബട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെ. Next question. Consider the following reaction. അനിലീൻ ആണ്. അനിലീനിലേക്ക് ബ്രോമിനേഷൻ നടത്തുകയാണ്. നിങ്ങൾക്കറിയാലോ ഈ അനിലീൻ എന്ന് പറഞ്ഞാൽ അനിലീനിലെ NH2 ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, ഓർത്തോ പാരാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ദാറ്റ് മീൻസ് ഇതിന്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പൊ ബ്രോമിൻ പ്ലസ് എന്ന ന്യൂക്ലിയോഫൈല് അറ്റാക്ക് ചെയ്യുന്നത് ഏത് പൊസിഷനിലാണ്? ദാറ്റ് ഇസ് ഐദർ ഇൻ ഓർത്തോ ഓർ ഇൻ പാരാ പൊസിഷൻ. ഓർത്തോ പ്രൊഡക്റ്റും ഉണ്ടാകും, പാരാ പ്രൊഡക്റ്റും ഉണ്ടാകും. സോ ഇന്റർമീഡിയറ്റ് ഏതാണ്? ഇന്റർമീഡിയറ്റ് നോക്കാം. സോ ഹിയർ NH2 നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കയറിയത് മെറ്റലാണ്, ഇവിടെ കയറിയത് ഓർത്തോലാണ്. അപ്പൊ ഏതാ വരുള്ളൂ? നോർമലി മെറ്റ വരാനുള്ള ചാൻസ് ഇല്ല. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ. കാരണം പാരലൽ അറ്റാക്ക് ചെയ്യുന്നത്. ഈ BR പ്ലസ് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണോ? BR പ്ലസ് അറ്റാക്ക് ചെയ്യുമ്പം ഫസ്റ്റ് ടൈം BR പ്ലസ് അറ്റാക്ക് ചെയ്യുമ്പം ഈ ബോണ്ട് വെച്ചിട്ടല്ല അറ്റാക്ക് ചെയ്യുന്നത്, റൈറ്റ്? സോ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവണു. ഇവിടെ ബ്രോമിൻ ബോണ്ട് ചെയ്തു. ഓക്കെ, ബ്രോമിൻ ബോണ്ട് ചെയ്യുന്നു, ഹൈഡ്രജൻസ് ഇവിടെ പ്ലസ്. നെക്സ്റ്റ് ടൈം അറിയാലോ, നെക്സ്റ്റ് ടൈം ഈ ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. റൈറ്റ്. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ആണ്. സോ കൊടുക്കാം. ഫസ്റ്റ്ലി വൈറ്റമിൻ B12. വൈറ്റമിൻ B12 ആരടാ? സയനോകൊബലമൈൻ, ദാറ്റ് ഇസ് കൊബാൾട്ട്. വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ സയനോകൊബലമൈൻ, കൊബാൾട്ട്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ആരാ? TiCl4 പ്ലസ് AlR3 അല്ലടാ, ടൈറ്റാനിയത്തിന്റെ കോംപ്ലക്സാ. അപ്പൊ AQBP ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ 3. വിൽക്കിൻസൺ ആണല്ലേ, സെയ്ഗ്ലാർനാട്ടല്ല. ഓക്കെ, വൈറ്റമിൻ B12 കൊബാൾട്ട്, വിൽക്കിൻസൺ ഇത് സെയ്ഗ്ലാർനാട്ട് കേട്ടോ. വിൽക്കിൻസൺ എന്ന് പറഞ്ഞാൽ RH PPH3 thrice Cl.
റോഡിയം കോംപ്ലക്സ് ആണ് കേട്ടോ. സോ AQBS ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. റിമെയിൻസ് സെയ്ഗ്ലാർ നാട്ട കാറ്റലിസ്റ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാ ഇങ്ങോട്ട്, ഇത് സെയ്ഗ്ലാർ, ഇത് വിൽക്കിൻസൺ. Then hemoglobin, iron, complex of iron. Right. Next one, potassium dichromate H2O2 H2SO4. അറിയില്ലേ ഈ കോംപ്ലക്സ്? പെറോക്സൈഡിന് ഡൈക്രോമേറ്റ് അസിഡിഫൈഡ് സൊല്യൂഷനിൽ H2O2 എന്താക്കി മാറ്റൂടോ? CrO5. എന്താ കളർ? CrO5 ബ്ലൂ കളർ ബട്ടർഫ്ലൈ സ്ട്രക്ചർ. CrO5 ആണ്, ബ്ലൂ കളർ ആണ്, ബട്ടർഫ്ലൈ സ്ട്രക്ചർ ആണ്. സോ പ്രാക്ടിക്കൽ കെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. -1, -1, -1, -1, -2. So chromium is +6. Right. The next one, XCl2 plus YOH give XCl minus YCl. The disproportionation reaction the balancing ആണ്. Chlorine 0, here -1, here +1. അപ്പോൾ ഇയാളെ ചേഞ്ച് 1, ഇയാളെ ചേഞ്ചും 1. അപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ X എത്ര? X 1 ആണ്. Z എത്ര? Z ഉം 1 ആണ്. P എത്ര? P യും 1 ആണ്. ഇനി Y നോക്കണം. ഈ സൈഡിലെ ചാർജ് നോക്കിയേ. ഈ സൈഡിലെ ചാർജ് -2 ആണ്. ഈ സൈഡിലെ ചാർജ് -2 ആകണമെങ്കിൽ Y എത്ര വരണം? Y = 2 വരണം. Y 2 വന്നാൽ -2. എന്നാൽ രണ്ട് സൈഡിലെയും ചാർജ് ഈക്വൽ ആകും. അപ്പോൾ X1 Y2 Z1, അത് X1 Y2 Z1 P1. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. സിമ്പിൾ ബാലൻസിങ് ഓഫ് ഡിസ്പ്രപ്പോസിനേഷൻ ആണ്. ബാലൻസിങ് ഓഫ് ഡിസ്പ്രപ്പോസിനേഷൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ദ നെക്സ്റ്റ് വൺ ഇതന്നെ റിപ്പീറ്റ് ചെയ്താണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ റുബീഡിയം. ഇതേ സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ JEE മെയിൻസിലെ ക്വസ്റ്റ്യൻ ആണിത്. റുബീഡിയം എന്ന് പറഞ്ഞാൽ അറിയാലോ, ലിഥിയം 2s1, സോഡിയം 3s1, പൊട്ടാഷ്യം 4s1, റുബീഡിയം 5s1 ആണ്. 37 റുബീഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 37 ആണ്. 5s1ന്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 5, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ 0, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ 0, സ്പിൻ കോണ്ടന്റ് നമ്പർ +½ 500 +½ 500 +½ which option? That is simply option 1 is correct. Next, numerical value type questions ആണ്. Calculate molarity of solution having density. മക്കൾ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മെനി ടൈംസ് ചോദിച്ചതാണ്. ഞാൻ നിങ്ങളോട് മാർക്ക് ചെയ്ത് പോകാൻ പറഞ്ഞ കാര്യമാണ്. എന്തായിരുന്നു? വെയിറ്റ് പെർസെൻറ്റേജും ഡെൻസിറ്റിയും തന്നാൽ എങ്ങനെ മൊളാരിറ്റി കാണാം? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 10 ഇൻറ്റു ഡെൻസിറ്റി ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. കൊടുക്ക്. വെയിറ്റ് പെർസെൻറ്റേജ് എത്രയാടാ? 1.5. വെയിറ്റ് പെർസെൻറ്റേജ് 1.5 അല്ല, വെയിറ്റ് പെർസെൻറ്റേജ് 36%. 36 ദാറ്റ് ഇൻറ്റു 10 ഇൻറ്റു ഡെൻസിറ്റി 1.5 ബൈ 36. 36 ക്യാൻസൽ. ദ ആൻസർ ഈസ് 15. സോ ഹിയർ 15 ആണ് വാല്യൂ കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 15. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, ദെൻ K നെറ്റ് തന്നിട്ടുണ്ട്. K1 K2 ബൈ K3 EA. സോ നിങ്ങൾക്കറിയാം അറീനിയസ് ഇക്വേഷൻ. അക്കോർഡിംഗ് ടു അറീനിയസ് ഇക്വേഷൻ K ഈക്വൽ ടു A ഇൻറ്റു e⁻⁻ by RT ആണ്. ദാറ്റ് ഈസ് ലോഗരിതം ഫോമിലാണ് ആക്ടിവേഷൻ എനർജി ഉള്ളത്. അപ്പോൾ ഞാൻ K1 ഇൻറ്റു K2 ചെയ്താൽ ലോഗരിതം ഫോമിലേക്ക് മാറുമ്പോൾ എന്താകും? +L ആവുക. അപ്പോൾ K1 ഇൻറ്റു K2 വന്നാൽ EA എന്താകും? ആക്ടിവേഷൻ എനർജി EA1 + EA2 ആകും. K1 ബൈ K2 വന്നാലോ EA1 - EA2 ആകും. അപ്പോൾ ഹിയർ ഇവിടെ എന്താ വന്നത്? K1 ഇൻറ്റു K2 ബൈ K3 വന്നാലോ പറ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഇങ്ങനെ വന്നാൽ ആൻസർ ഈസ് EA1 + EA2 - EA3. സോ ഹിയർ EA1 ഈക്വൽ ടു EA1 എത്രയാടാ? EA1 എത്ര? 40 + EA2 50 - EA3 60. ദാറ്റ് ഈസ് 30. ഹിയർ ആൻസർ ഈസ് 30. Right. The next one, positive Fehling solution. ടൊളൻസ് ടെസ്റ്റ് അലിഫാറ്റിക് ആൽഡിഹൈഡ്സിന് പറ്റും, കീറ്റോൺസിന് പറ്റില്ല. ഏത് ആൽഡിഹൈഡ്സിന്? അലിഫാറ്റിക്കിലും അരോമാറ്റിക്കിലും ടൊളൻസ് ആൻസർ തരും. ബട്ട് ഹിയർ ഫെല്ലിംഗ് ആണെങ്കിൽ അരോമാറ്റിക്കിൽ പോസിബിൾ ആണോ? ഫെല്ലിംഗ് അരോമാറ്റിക്
പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ എന്നാണ്. എത്ര പേരാണ് പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ് തരുന്നത്? അരോമാറ്റിക്കിൽ പറ്റില്ല, അലീഫാറ്റിക്കിലേ പറ്റുള്ളൂ. സോ ഇത് അരോമാറ്റിക്, സോ ഇത് അലീഫാറ്റിക്, ഇത് അലീഫാറ്റിക്, ഇത് അരോമാറ്റിക്, ഇത് അലീഫാറ്റിക്. അപ്പൊ ഇവിടെ പറ്റും, ഇവിടെ പറ്റും, ഇവിടെ പറ്റും, ഇതിൽ പറ്റില്ല, ഇതിലും പറ്റില്ല. ആൽഡിഹൈഡ്സിൽ അരോമാറ്റിക്കിൽ ടൊളൻസ് ആക്റ്റീവ് ആണ്, പക്ഷെ ഫെല്ലിംഗ് ഏതിൽ മാത്രമേ ഉള്ളൂ? അലീഫാറ്റിക് ആൽഡിഹൈഡ്സിൽ മാത്രമേ ഫെല്ലിംഗ് പറ്റൂ. സോ ആൻസർ ഈസ് 3 ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 മാത്രമേ പോസിബിൾ ഉള്ളൂ. നെക്സ്റ്റ്, ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഹാവ് ലോൺ പെയർ ഇൻ സെൻട്രൽ ആറ്റം? സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഉള്ളത് ആരാണ്? എത്ര പേർക്ക്, എത്ര ലോൺ പെയർ എന്നില്ല, എത്ര ലോൺ പെയർ എന്നില്ല, എത്ര പേർക്ക് ലോൺ പെയർ ഉണ്ട് എന്ന്. നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതൊക്കെ പിടിച്ചാൽ മതി. 7 7 21 28, 28/8 ലോൺ പെയർ ഉണ്ട്. സെനോൺ 8, ഓക്സിജൻ 6 3 18, 18 8 26/8 ലോൺ പെയർ ഉണ്ട്. BRF 7 4 42 42 അല്ലേ, 7 + 35 42/8 ലോൺ പെയർ ഉണ്ട്. XCF4 xenon tetrafluoride XCF4ന്റെ കേസിൽ 8 xenon 8 ഫ്ലൂറിൻ 28 + 8 that is 36/8. സോ ലോൺ പെയർ ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? 1 ലോൺ പെയർ ആണല്ലേ, സോറി 1 ലോൺ പെയർ ആണെങ്കിൽ ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ടാ? 28/8 ആണെങ്കിൽ 24 റിമൈൻസ് 2 ലോൺ പെയർ. 18 + 8 26/8 ഒരു ലോൺ പെയർ. 42/8 ഒരു ലോൺ പെയർ. ഇവിടെ എത്ര? 36/8 36/8 2 ലോൺ പെയർ ഉണ്ടാകും. ഓസോൺ മീൻസ് 18/8 ദെൻ ഒരു ലോൺ പെയർ. ഓസോണിൽ ഒരു ലോൺ പെയർ ഉണ്ട്. NH3 നൈട്രജൻ 5 3 ഓക്സിജൻ 71 26/8 ഒരു ലോൺ പെയർ. അപ്പോൾ ഒരു ലോൺ പെയർ ഉള്ള ആൾക്കാർ 4 പേരുണ്ട്. ഇതാ ഈ 4 എണ്ണത്തിൽ ഒരു പോൺ. XeO3 ഒരു ലോൺ പെയർ, BRF5 1 ലോൺ പെയർ, ഓസോൺ ആൻഡ് NH3. സോ ടോട്ടൽ സ്പീഷീസ് കണ്ടെയ്നിങ് 1 ലോൺ പെയർ. 1 ലോൺ പെയറുള്ള സ്പീഷീസിന്റെ എണ്ണം 4. ക്ലിയർ? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് പറഞ്ഞു. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് സൾഫർ ആറ്റം? സൾഫർ ആറ്റമുള്ള കോമ്പൗണ്ട് ഏതാണ്? ഫസ്റ്റ് വൺ പൈറോൾ. പൈറോൾ നമുക്ക് എങ്ങനെ വരക്കാടാ? പൈറോളിന്റെ സ്ട്രക്ചർ അറിയാം. പൈറോളിന് നമുക്ക് ഇതാ ഇങ്ങനെ വരക്കാം. ഓക്കെ, ദിസ് ഇസ് പൈറോൾ. നെക്സ്റ്റ് വൺ ഫ്യൂറാൻ. ഇതേ സ്ട്രക്ചർ അവിടെ ഓക്സിജൻ ആക്കിയാൽ മതി കേട്ടോ. ഫ്യൂറാൻ. നെക്സ്റ്റ് വൺ തയോഫിൻ. സെയിം സ്ട്രക്ചർ സൾഫർ. തയോഫിൻ. അപ്പോൾ ഒരു സൾഫർ കിട്ടി. തയോഫിനിൽ സൾഫർ ഉണ്ട്. ദെൻ സിസ്റ്റീൻ ഞാൻ വരക്കുന്നില്ല. സിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബയോമോളിക്യൂളിൽ സൾഫർ കണ്ടെയ്നിങ് ആൽഫ അമിനോ ആസിഡ് ആണ് സിസ്റ്റീൻ. സിസ്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാടാ? സി, ഒരു സൈഡിൽ COOH, ദെൻ ഒരു സൈഡിൽ NH2, ദെൻ ഒരു സൈഡിൽ ആരാടാ? H, ദെൻ ഒരു സൈഡ് നോക്കൂ CH2SH. ഇപ്പൊ സിസ്റ്റിനിലുണ്ട്. തൈറോസിൻ നെക്സ്റ്റ്. അടുത്ത ആൽഫ അമിനോ ആസിഡ് ആണ് തൈറോസിൻ. സോ COOH, ദെൻ കാർബൺ, ദെൻ NH2, ദെൻ H. ഈ സൈഡിൽ ആരാടാ തൈറോസിന്? ഈ സൈഡിൽ CH2, ദെൻ ഒരു ബെൻസിൻ റിംഗ്, അതിൽ ബോണ്ട് ചെയ്തിട്ട് ഒരു OH ഗ്രൂപ്പ്. ഇതല്ലേ തൈറോസിൻ? തൈറോസിനിൽ പോസിബിൾ അല്ല, സൾഫർ ഗ്രൂപ്പ് ഇല്ല. തേർഡ് വൺ പിരിഡിൻ അറിയാലോ. പൈറോളും പിരിഡിൻ ഒന്നും അറിയാത്തവരുണ്ടാവില്ല. ദാറ്റ് ഇസ് പിരിഡിൻ. അപ്പൊ 2 പേര് സൾഫർ ഉള്ള 2 കമ്പോണൻസേ ഉള്ളൂ. ദാറ്റ് ഇസ് സിസ്റ്റിനും അതുപോലെ തന്നെ സോ തയോഫിനും 2 ട്ടോ ഓപ്ഷൻ. സോ ഹിയർ ആൻസർ ഈസ് 2. വാല്യൂ 2 ആണ്.
Next one, ZnSO4 solution. 0.015 ampere current was passed through for 15 minutes. What is the mass of Zn deposited? ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത സിങ്കിന്റെ മാസ് കാണണം. എങ്ങനെ മാസ് കാണാം? W is equal to ZIT. സിങ്കിന്റെ Z എത്രയാണ്? സിങ്കിന്റെ കേസിൽ Z equal to 65, that is 33 by 9655. So answer 33 into I എത്രയാണ്? 0.015, that into 15 into 60 by 96500. Okay, എത്ര വന്നു ആൻസർ? 15 into 15 into 15 225 അല്ലേ? ഓക്കെ, 225 into 10 raised to minus 3 into 6 into 0.33, 6 into 33 divide by 96500. Okay, cancel ചെയ്താൽ 225 into 10 60 ഉണ്ട് കേട്ടോ, 60. ഇത് നമുക്ക് 6 into 0.33 divided by 96500. So answer 6 into 0.33 എത്ര എഴുതാം? റിമൈൻ ഒരു 2 ആക്കി എഴുതാം. 2 ആക്കി എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആക്കി എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് എത്ര വരും? 33 into 6 8 192, that is 1.922. 2 into 225, that is 450. 450 by 965, that into 10 raised to minus 2. 10 raised to minus 2. Okay, then question milligram ആണ്. into 10 raised to 3 ചെയ്യണേ. അപ്പോൾ ഈ 4500 divided by 965 എത്രയാടാ? then 4 20 26 38 approximately 4.5 ഉണ്ടാവും. സോ മില്ലിഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ദ ഫൈനൽ ആൻസർ ഈസ് 4.5 മില്ലിഗ്രാം. ഗ്രാമിന് മില്ലിഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 4.5 മില്ലിഗ്രാം ഷാർപ്പിലി കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ അറ്റ് 273 കെൽവിൻ തന്നിട്ടുണ്ട്. Osmotic pressure at 273 Kelvin is given 7 into 10 raised to 5 Pascal. Then what will be the value of X is osmotic pressure at 283 Kelvin? Pi is equal to same solution ആണ്. അപ്പോൾ I value ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കോമൺലി ഇക്വേഷൻ എന്താ? പൈ ഈക്വൽ ടു I into CRT. ഇവിടെ ഓസ്മോട്ടിക് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. സോ അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാടോ? പൈ 2 is equal to I into CRT 2. then 1 by 2 ചെയ്താൽ എന്തായി? പൈ 1 by പൈ 2 is equal to, കോൺസെൻട്രേഷൻ ഒക്കെ സെയിം അല്ലേ, ടെമ്പറേച്ചർ മാത്രമല്ലേ മാറിയിട്ടുള്ളൂ, T1 by T2. നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? സോ പൈ 1 തന്നിട്ടുണ്ട്, 7 into 10 raised to 5. പൈ 2 തന്നിട്ടില്ല. T1 is 273 and T2 is 283. നിയർലി സ്ലൈഡ് വേരിയേഷൻ ഉണ്ടാകും, ആ വാല്യൂ ഒന്ന് പിടിക്കണം. ദെൻ 283 അല്ലേ, 283 into 7 into 10 raised to 5 by 273 ആണ് ആൻസർ. സോ 283 into 7 into 10 raised to 5 divide by 273. 283 by 273 ആഡ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര വരും? 283 by 273. 1 പോയിന്റ് എത്ര നോക്കിയാൽ മതി? 283 by 273. 1 remains 10. 10-ലില്ല, 1 പോയിന്റ്. 100, 0, 1000, nearly 4. 1.04 into 7 into 10 raised to 5.
എത്ര വരും ഇവിടെ? 428 ഒരു 28 വരും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 72.8 വരും. അപ്രോക്സിമേറ്റ്ലി 72.8 വരും. ഓക്കെ, 10⁵ ആണെങ്കിൽ 7.28 വരും. 10⁵ പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് 7.28 ഇൻറ്റു 10⁵. പക്ഷെ ഇവിടെ 10⁴ വേണ്ടത്. ദാറ്റ് ഈസ് 72.8. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 73 ആയിട്ട് എടുക്കുക കേട്ടോ. 73. റൈറ്റ്. നെക്സ്റ്റ്, KP ഫോർ ദ ഗിവൺ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഒരു ചാപ്റ്റർ ഒന്നും ഞാൻ പറയുന്നില്ല, സമയം വേസ്റ്റ് ചെയ്യാതെ ഞാൻ ചെയ്തു പോവാണ്. KP ഫോർ ദ ഗിവൺ റിയാക്ഷൻ തന്നു. ഫൈൻഡ് ഔട്ട് KC. എന്താണ് നമ്മളെ റിലേഷൻ? KP ഈസ് ഈക്വൽ ടു റിലേഷൻസ്. KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ mg. KP for the reaction, that is 36 into 10⁻² is equal to KC into R value 1/12 into temperature 300 raised to delta mg. എത്രയാടാ? ഇവിടെ ഒന്നും ഇവിടെ രണ്ടും. 1 - 2 that is -1 that is -1. അപ്പം അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് കട്ട് ചെയ്ത് എത്രയാടാ കിട്ടുന്നത്? 12/30 25. So answer is 36 into 25 into 10⁻². That is 36 into 0.25. 36 into 0.25. 36ന്റെ പകുതി 18, അതിന്റെ പകുതി 9. ആൻസർ 9. 36, that is option 1. സോറി 9. ഇതെന്താ ചെയ്ത് മനസ്സിലായി? -1 ഇങ്ങോട്ട് വരുമ്പോൾ, സോ ബൈ -1 മുകളിലേക്ക് വരുമ്പോൾ 1, അപ്പൊ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ റൈറ്റ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മളെ ഫസ്റ്റ് സെഷൻ. അപ്പോൾ നോക്കി ജസ്റ്റ് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു നമ്മൾ പറയാം. ബേസിക് കോൺസെപ്റ്റ് നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടു. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു. ക്ലാസിഫിക്കേഷൻ വന്നു, ബോണ്ടിങ് വന്നു, തെർമോഡൈനാമിക്സും വന്നു, ഇക്വിലിബ്രിയം വന്നു, റിഡോക്സ് വന്നു, ഓർഗാനിക് ഫുൾ ചാപ്റ്ററും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു. സൊല്യൂഷൻസ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, കൈനറ്റിക്സ് ഉണ്ട്, ഡിയാൻഡഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്, ബയോമോളിക്യൂൾസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററിനും ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഹെവി ക്വസ്റ്റ്യൻ ആയിട്ടൊന്നുമില്ല, പക്ഷെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.